പിന്നെ ജി സുധാകരനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ ജി സുധാകരനെ MLA-മാർക്ക് എങ്ങനെ ക്ലാസ് എടുക്കുന്ന ജി സുധാകരൻ ആലോചിക്കുക. ഇപ്പം പി രാജീവ് പോയാൽ ക്ലാസ് എടുക്കാൻ പറ്റും, VD സതീഷിന് ക്ലാസ് എടുക്കാൻ പറ്റും, രമേശ് ചെന്നിത്തലയ്ക്ക് ക്ലാസ് എടുക്കാൻ പറ്റും, PK കുഞ്ഞാലിക്കുട്ടിക്ക് ക്ലാസ് എടുക്കാൻ പറ്റും. ഈ ക്ലാസ് എടുക്കുക എന്ന് പറയുമ്പം ഇതിനകത്ത് പിന്നെ ഈ ഓറിയൻറ്റേഷൻ പ്രോഗ്രാമിനകത്ത് നിയമസഭയുടെ നടപടിക്രമങ്ങളും ചട്ടങ്ങളും എങ്ങനെ ഇരിക്കണം, അല്ലെങ്കിൽ എങ്ങനെ പെരുമാറണം, പിന്നെ ഇപ്പോൾ എന്നുള്ളതൊക്കെ അതൊന്നും ആരും പാലിക്കാറില്ല. തോന്നുന്ന സമയത്ത് ക്യാൻറ്റീനിൽ പോയിട്ടിരിക്കാറാണ്. ജി സുധാകരനെ സംബന്ധിച്ചിടത്തോളം ജി സുധാകരന് നിയമസഭയിലെ നടപടിക്രമങ്ങളെക്കുറിച്ച് ഇവർ ക്ലാസ് എടുത്ത് കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ജി സുധാകരൻ വേണമെങ്കിൽ പറയും, സ്പീക്കർ നിങ്ങളെ സമയം കഴിഞ്ഞു ബെല്ലടിച്ചാൽ നിങ്ങൾ ചോദിക്കണം നിങ്ങളാരാ ബെല്ലടിക്കാനെന്ന്. ഞാൻ ജയിച്ചു വന്ന MLA ആണ്, നിങ്ങളങ്ങനെ ബെല്ലടിക്കാൻ പറ്റത്തില്ല. സ്വതന്ത്രനായ ജനകീയ MLA. അതെ, അല്ല ആരാണെങ്കിലും എല്ലാ പുതിയ MLA-മാരോട് പറയും നിങ്ങളങ്ങനെ അപ്പം ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, പോടാ പുല്ലേ എന്ന് പറയണം, നിങ്ങൾ പിന്നെയും സംസാരിച്ചുകൊണ്ടിരിക്കണം. ആ ട്രെയിനിങ്ങിനകത്ത് സിബി ആരോപിച്ചതുപോലെ ജി സുധാകരനെ അവഗണിച്ചതല്ല, ജി സുധാകരനെ അവർ ആദരിച്ചതാണ്. കാരണം ജി സുധാകരൻ അവിടെ വന്നിട്ട് എന്തെങ്കിലും വിവരക്കേട് പറഞ്ഞിട്ട് ഇയാൾക്ക് വിവരമില്ല എന്നുള്ളത് വീണ്ടും ഒരിക്കൽ കൂടെ സമൂഹത്തിൻ്റെ മുമ്പിൽ ബോധ്യപ്പെടുകയും പിന്നെ അപമാനിതനാകുകയും ചെയ്യും. രാജൻ നമസ്കാരം. നമസ്കാരം. രാജൻ ഭായി, ജി സുധാകരൻ ഈ ഒരു 16ാം നിയമസഭ കൂടുന്ന സമയത്ത് അദ്ദേഹത്തെ പ്രോ ടൈം സ്പീക്കറായിട്ട് MLA-മാർക്കെല്ലാം സത്യപ്രതിജ്ഞ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോ ടൈം സ്പീക്കറായിട്ടൊക്കെ അപ്പോയിൻമെൻറ്റ് ചെയ്ത് നമ്മൾ കണ്ടതാണ്. എന്നാൽ അതൊക്കെ കഴിഞ്ഞിട്ട് നിയമസഭാ സമ്മേളനമൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ബഡ്ജറ്റ് സമ്മേളനം 19-ാം തീയതി ആരംഭിക്കാൻ വേണ്ടി പോവാണ്. അതിനു മുമ്പായിട്ട് നിയമസഭാ MLA-മാർക്കുള്ള ദ്വിദിന പരിശീലന ക്ലാസ് നടക്കണം. ഇന്നും നാളെയുമായിട്ടാണ് നടക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് ക്ഷണിച്ചിട്ടുള്ളത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പി രാജീവിനെയും KK ശൈലജ ടീച്ചറിനെയും അതോടൊപ്പം തന്നെ VS സുനിൽകുമാറിനെയൊക്കെയാണ്. എന്നാൽ ഏറ്റവും പ്രായം കൂടിയ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം നിയമസഭയിലെ അംഗമായിട്ടുള്ള മന്ത്രിയായിട്ടുള്ള ജി സുധാകരനെ ക്ലാസ് എടുക്കാൻ പോയിട്ട് വേദിയിൽ പോലും ഇരുത്താനായിട്ട് ഈ മന്ത്രിസഭ തയ്യാറായിട്ടില്ല എന്ന് പറയുമ്പോൾ ഇദ്ദേഹത്തെ കൊണ്ട് UDF മടുത്തു കഴിഞ്ഞോ? അല്ല, അങ്ങനെയല്ല സിബി. അതിന് ഓരോരുത്തർക്കും ഓരോ സ്കില്ലുണ്ട്. ഇപ്പോൾ അമ്മയുടെ ആഭിമുഖ്യത്തിൽ, ഇപ്പോൾ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലൊന്നും ക്ലാസ് എടുക്കാൻ പഠിക്കണമെന്നില്ല, അമ്മയുടെ ആഭിമുഖ്യത്തിൽ പിന്നെ അമ്മയിലെ നടീനടന്മാർക്ക് മമ്മൂട്ടി മോഹൻലാലൊക്കെ ഉള്ളടത്താ അവിടെ അഭിനയത്തെക്കുറിച്ച് ഒരു ക്ലാസ് എടുക്കാൻ ഒരു പരിശീലന ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് അലൻ ജോസ് പെരേരയെ വിളിച്ച് അങ്ങനെ ഇരിക്കും. ഇത്രയും മനസ്സിലാക്കിയാൽ മതി. അതായത് ജി സുധാകരനെ ആദ്യം പ്രോട്ടേം സ്പീക്കർ ആകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സഭയിലെ സീനിയർ അംഗത്തെയാണ് പ്രോട്ടേം സ്പീക്കർ ആകുന്നത്. സഭയിലെ സീനിയർ അംഗമാരാണോ അദ്ദേഹമാണ് ബാക്കിയുള്ള അംഗങ്ങൾക്ക് സത്യപ്രതിജ്ഞ ചൊല്ലി കൊടുക്കുന്നത്. അത് എല്ലാ കാലത്തും ലോക്സഭയിലാണെങ്കിലും വിവിധ നിയമസഭകളിലാണെങ്കിലും സഭാ ചട്ടം അങ്ങനെ നിൽക്കുന്നത്. അതിനകത്ത് ബുദ്ധിയല്ല നോക്കുന്നത്, അതിനകത്ത് വിവരമുണ്ടോ, അതിനകത്ത് കഴിവുണ്ടോ, ഇതൊന്നും ഘടകമല്ല. അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ അതിനകത്ത് അങ്ങനെയുള്ള രീതിയിലാണ്. പിന്നെ ജി സുധാകരനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ ജി സുധാകരനെ MLA-മാർക്ക് എങ്ങനെ ക്ലാസ് എടുക്കുന്ന ജി സുധാകരൻ ആലോചിക്കുക. ഇപ്പം പി രാജീവ് പോയാൽ ക്ലാസ് എടുക്കാൻ പറ്റും, VD സതീഷിന് ക്ലാസ് എടുക്കാൻ പറ്റും, രമേശ് ചെന്നിത്തലയ്ക്ക് ക്ലാസ് എടുക്കാൻ പറ്റും, PK കുഞ്ഞാലിക്കുട്ടിക്ക് ക്ലാസ് എടുക്കാൻ പറ്റും, പിണറായി വിജയന് ക്ലാസ് എടുക്കാൻ പറ്റും. പിന്നെ നിയമത്തൊന്നും വിജയിക്കാത്തതുകൊണ്ട് ശിവൻകുട്ടി അങ്കിളിനെ ക്ലാസ് എടുക്കാൻ വിളിച്ചില്ല, അല്ലെങ്കിൽ ശിവൻകുട്ടി അണ്ണം വന്നു കഴിഞ്ഞാൽ ഡെസ്കിൻ്റെ മേളിൽ ചാടി കയറുന്ന എങ്ങനെയാണെന്നൊക്കെ ക്ലാസ് എടുത്ത് കൊടുത്തേനെ. അപ്പോൾ എന്തായാലും ശിവൻകുട്ടി മാമൻ ജയിക്കാതിരുന്നത് നന്നായി. രാജീവ് ചന്ദ്രശേഖരന് പിന്നെ ക്ലാസ്സിൻ്റെ ആവശ്യമില്ല, പാർലമെൻറ്റിലൊക്കെ ഇരുന്ന പാർലമെൻറ്റ് അനുഭവങ്ങളുള്ളവരെ. പക്ഷേ ഇത്തവണത്തെ നിയമസഭയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് 70-ഓളം പേര് 72 പേര് പുതിയ MLA-മാരാണ്. അവർക്ക് സ്വാഭാവികമായും സഭാ ചട്ടങ്ങളെക്കുറിച്ച് അറിയത്തില്ല. പിന്നെ ഈ ക്ലാസ് എടുക്കുക എന്ന് പറയുമ്പം ഇതിനകത്ത് പിന്നെ ഈ ഓറിയൻറ്റേഷൻ പ്രോഗ്രാമിനകത്ത് നിയമസഭയുടെ നടപടിക്രമങ്ങളും ചട്ടങ്ങളും എങ്ങനെ ഇരിക്കണം, അല്ലെങ്കിൽ എങ്ങനെ പെരുമാറണം, പിന്നെ ഇപ്പോൾ എന്നുള്ളതൊക്കെ അതൊന്നും ആരും പാലിക്കാറില്ല. തോന്നുന്ന സമയത്ത് ക്യാൻറ്റീനിൽ പോയിട്ടിരിക്കാറാണ്. കാര്യപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടാകുന്ന സമയത്ത് വിളിച്ച് അപ്പോൾ വന്നാലേ ഉള്ളൂ. മിക്കവാറും കഴിഞ്ഞ നിയമസഭയുടെ കാലത്ത് പുതിയ പിന്നെ ചെറുപ്പക്കാരായിട്ടുള്ള MLA-മാർ എല്ലാ പാർട്ടിയുടേതും ആ കാര്യത്തിൽ വളരെ മോശമായിരുന്നു എന്ന് പറയുന്നത്. പഴയ കാലത്തെന്ന് പറഞ്ഞാൽ നിയമസഭയിൽ കാര്യപ്പെട്ട ചർച്ചകൾ നടക്കുമ്പോൾ വളരെ ശ്രദ്ധയോടെ കേട്ടിരിക്കുകയും കേൾക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഗവേഷണ വിദ്യാർത്ഥിയുടെ കൗതുകത്തോടു കൂടിയിട്ടിരിക്കുകയും ചെയ്യുമായിരുന്നു. ഇത് അവിടെ ഇരുന്ന് ഉറങ്ങുന്നവരും പിന്നെ പാർലമെൻറ്റിലാണെങ്കിൽ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യെ പിടിച്ച് തലോടിക്കൊണ്ടിരിക്കുന്നവരും ഒക്കെ ഉള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ചോദ്യോത്തരവേള, ശ്രദ്ധ ക്ഷണിക്കൽ, സബ്മിഷൻ, ഇതൊക്കെ അവതരിപ്പിക്കുന്ന രീതി, ബില്ലുകളും നിയമനിർമ്മാണ പ്രക്രിയയും അതിനകത്ത് ഇടപെടേണ്ട രീതി. അപ്പോൾ ഇതിന് ഞാൻ പറഞ്ഞ സഭയിലെ പെരുമാറ്റച്ചട്ടങ്ങൾ, പിന്നെ മണ്ഡല വികസനമായിട്ടുള്ള നടപടിക്രമങ്ങൾ, ഇങ്ങനെയുള്ള എല്ലാ കാര്യത്തെക്കുറിച്ചും അവർക്ക് ബേസിക് ആയിട്ടുള്ള ട്രെയിനിങ് കോഴ്സാണ്. ഈ 2 ദിവസത്തെ ട്രെയിനിങ് കോഴ്സാണ്. അതുകൊണ്ടെല്ലാം പൂർത്തിയാകും എന്നുള്ളതല്ല. അവർ ജസ്റ്റ് അതിൻ്റെ ഒരു ABCD ബാലപാഠങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ബാക്കി അവർ എക്സ്പീരിയൻസിൽ കൂടെ പഠിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അവിടെ ജി സുധാകരനെ സംബന്ധിച്ചിടത്തോളം ജി സുധാകരന് നിയമസഭയിലെ നടപടിക്രമങ്ങളെക്കുറിച്ച് ഇവർ ക്ലാസ് എടുത്ത് കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ
ജി സുധാകരൻ വേണമെങ്കിൽ പറയും സ്പീക്കർ നിങ്ങളെ സമയം കഴിഞ്ഞു ബെല്ലടിച്ചാൽ നിങ്ങൾ ചോദിക്കണം നിങ്ങളാരാ ബെല്ലടിക്കാനെന്ന്. ഞാൻ ജയിച്ചു വന്ന MLA ആണ്, നിങ്ങൾ അങ്ങനെ ബെല്ലടിക്കാൻ പറ്റത്തില്ല. സ്വതന്ത്രനായ ജനകീയ MLA. അതെ, അല്ല ആരാണെങ്കിലും എല്ലാ പുതിയ MLA മാരോട് പറയും നിങ്ങളങ്ങനെ അപ്പം ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, പോടാ പുല്ലേ എന്ന് പറയണം, നിങ്ങൾ പിന്നെയും സംസാരിച്ചുകൊണ്ടിരിക്കണം, നിങ്ങളുടെ സമയം നിങ്ങളാണ് തീരുമാനിക്കുന്നത്, നിങ്ങൾ ജനങ്ങൾ വോട്ട് ചെയ്ത് വന്നതാണ്, സ്പീക്കർ വോട്ട് ചെയ്ത് വന്നതല്ല എന്നൊക്കെ പറഞ്ഞേച്ച് സഭയുടെ നടപടിക്രമങ്ങൾ ആകെ തെറ്റിക്കും. കാരണം ജി സുധാകരനെ സംബന്ധിച്ചിടത്തോളം ജി സുധാകരന് ബേസിക്കലി MLA-മാർക്ക് ക്ലാസ് എടുക്കാൻ പോയിട്ട് അദ്ദേഹത്തിനൊരു MLA എന്നുള്ള രീതിയിൽ പോയിട്ട് അദ്ദേഹത്തിനൊരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ പെരുമാറാൻ അദ്ദേഹത്തിന് ക്ലാസ് ആദ്യം വേണ്ടി ജി സുധാകരന് അറിയാമല്ലോ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം സംഭവം നമുക്കറിയാമല്ലോ, തോട്ടപ്പള്ളി സ്പിൽവേ ആയിട്ട് ബന്ധപ്പെട്ട് തോട്ടപ്പള്ളി സ്പിൽവേ ഉണ്ടാക്കിയിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വരൾച്ചയുള്ള കാലത്ത് വെള്ളം ആവശ്യത്തിന് കൃഷി ചെയ്യാൻ വേണ്ടി കിട്ടാനും എന്നാൽ പ്രളയകാലത്ത് വെള്ളം ഒഴുക്കിക്കളയാനും കൂടെ ഉള്ളതാണ്. ആ സ്പിൽവേൽ അല്ലെങ്കിൽ തന്നെ വന്ന് ചെളി അടഞ്ഞിട്ടൊക്കെ ഉള്ള കുറേ കുഴപ്പങ്ങളുണ്ട്. അതുകൊണ്ടൊക്കെയാണ് മുമ്പ് പ്രളയമൊക്കെ ഉണ്ടായത്. കാരണം പഴയ ചെളിയെല്ലാം വന്ന് അടഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ ഈ സ്പിൽവേ പ്രളയം വന്ന് അവിടെ പ്രളയം ഉണ്ടായതിന് ശേഷം വീടുകളെല്ലാം മൂടിയിട്ട് തോന്നിട്ട് കാര്യമുണ്ടോ? അതുകൊണ്ടാണ് കുട്ടനാട് നിന്ന് ഇപ്രാവശ്യം ജയിച്ചു വന്ന റെജി ചെറിയാൻ MLA എന്ത് ചെയ്തു, അവിടെ പോയിട്ട് സംഭവം കാലവർഷം വരുന്നു, രൂക്ഷമാകുന്നു, വെള്ളം കയറി തുടങ്ങുന്നു കണ്ടപ്പോഴേ പോയിട്ട് തോട്ടപ്പള്ളി സ്പിൽവേ തുറക്കാനുള്ള ഏർപ്പാട് ചെയ്തു. അപ്പം ജി സുധാകരൻ പറയുക ഇത് എൻ്റെ രാജ്യമാണ്, ഇവിടുത്തെ രാജാവ് ഞാനാണ്, എന്നോട് ചോദിക്കാതെ എൻ്റെ രാജ്യത്ത് മറ്റൊരു രാജ്യം അതിക്രമിച്ച് കയറി ഇടപെട്ടേക്കുന്നു. അതായത് പറയുന്ന കേട്ടാൽ തോന്നും ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയിൽ വന്നിട്ട് ബക്കറാനങ്കിൽ അണക്കെട്ട് തുറക്കാൻ പറഞ്ഞാൽ കേട്ടാൽ തോന്നുന്നത്. അതായത് വേറെ ഏതോ രാജ്യത്തോട്ട് അധിനിവേശം നടത്തിയ പോലെ ഈ MLA എന്നൊക്കെ പറയുമ്പോൾ ഇയാൾ കരുതുന്നത് കുട്ടനാട്ടിലെ ജനങ്ങളെ ബാധിക്കുന്നത്. ഈ തോട്ടപ്പള്ളി സ്പിൽവേക്ക് ഓപ്പൺ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വെള്ളം ഇങ്ങോട്ടാണ് വരുന്നത്. പിന്നെ അവിടെ അറിയാലോ വേലിയേറ്റത്തിൻ്റെ സമയത്തുള്ളതും ഒരു വെള്ളത്തിൻ്റെ പ്രശ്നങ്ങളും ഒക്കെയുള്ള പ്രദേശമാണ്. പക്ഷേ റെജി ചെറിയാൻ വളരെ ക്ലാസിക്കായിട്ട് അതിന് മറുപടി കൊടുത്തു, നിങ്ങൾ MLA-മാരുടെ രാജാവൊന്നും വേണ്ട, മര്യാദയ്ക്ക് അവിടെ അടങ്ങിയിരുന്നു എന്ന് പറഞ്ഞു. സത്യത്തിൽ ഈ കുരിശിനെ എടുത്ത് തലയിൽ വെച്ചത് UDF ഇത് വേണമെന്ന് എൻ്റെ അഭിപ്രായം. കുട്ടനാട്ടിൽ പ്രാവശ്യം വെള്ളപ്പൊക്കം ഉണ്ടായിട്ടില്ല. അല്ല, അത് ഉണ്ടായിട്ടില്ല. അത് റെജി ചെറിയാൻ്റെ സംയോജിതമായ ഇടപെടലും ഉണ്ടാ. റെജി ചെറിയാൻ അന്ന് പോയിട്ട് ആ പരിപാടി അവിടെ നടത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കുട്ടനാട്ടിൽ വെള്ളം കയറും. കുട്ടനാട്ടിൽ വെള്ളം കയറും. കുട്ടനാട്ടിൽ വെള്ളം കയറാൻ അധികം സമയമൊന്നും വേണ്ട. പിന്നെ ഈ മഴക്കാലത്ത് ഈ വെള്ളം എല്ലാം കൂടെ ചേർത്ത് പിടിച്ചിരുന്നിട്ട് എന്താ കാര്യം? ഒന്നാമത്തെ സമുദ്രനിരപ്പിൽ നിന്ന് താഴ്ന്ന പ്രദേശമാണിത്. അപ്പം വെള്ളം പെട്ടെന്ന് കയറും, അത് ഉപ്പുവെള്ളം കൂടെ ഇങ്ങോട്ട് കയറും, കൃഷി നശിച്ചു പോകും. അവരിപ്പോഴും നെൽകൃഷിയെ ആശ്രയിച്ച് കിടക്കുന്ന കേരളത്തിലെ അപൂർവം പ്രദേശങ്ങളിലൊന്നാണ് കുട്ടനാട്. പാലക്കാടും കേരളത്തിൻ്റെ നെല്ലറയായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഇപ്പം പാലക്കാടൊന്നും ഒന്നുമില്ല, കുട്ടനാട് മാത്രമേ ഉള്ളൂ ഇപ്പോൾ നെല്ലിൻ്റെ ചെറിയ കുഞ്ഞറയെങ്കിലും ആയിട്ട് നിൽക്കുന്നത്. അതും കൂടി ഇല്ലാതാവും. അതിനെ വെച്ചിട്ടുള്ള ഉപജീവനം കഴിച്ചിട്ടും പിന്നെ ആ കച്ചി വിറ്റിട്ടും ഒക്കെയാണ് ഇവർ ജീവിക്കുന്നത്. അവരുടെ പിന്നെ ശുദ്ധജലത്തിലോട്ടും ഇത് വ്യാപിക്കും. അങ്ങനെയുള്ള അവസ്ഥയിൽ ഇയാൾ പോയിട്ട് റെജി ചെറിയാൻ അവിടെ സംയോജിതമായിട്ട് പോയി ഇടപെട്ടിട്ടില്ലെങ്കിൽ പ്രശ്നം രൂക്ഷമായേനെ. ആ ഇടപെട്ടപ്പോൾ മറ്റേ ആൾക്ക് ഈ ചൊറിച്ചിൽ കൊണ്ട് ആ CPM-നകത്തും ആൾക്കാർ മൈൻഡ് ചെയ്യാത്തത്. പണ്ട് വലിയ മഹാരാജാവായിരുന്നേ, CPM-ൻ്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്നപ്പോൾ പുള്ളിയുടെ വിചാരം പുള്ളി അഖിലേന്ത്യാ സെക്രട്ടറി ആയിരുന്നു എന്നുള്ളതാണ്. ആൾക്കാരോട് പെരുമാറുന്ന രീതി അങ്ങനെയാണ്. ഞാൻ രാജാവ് പ്രജ എന്നുള്ള രീതിയിൽ. ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പലപ്പുഴയിൽ UDF-ന് പിഴവ് പറ്റി. അമ്പലപ്പുഴയിൽ പുള്ളി സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചപ്പം പുള്ളി നിന്നോട്ടെന്ന് വെച്ചാൽ മതിയായിരുന്നു. പുള്ളി ഒരു 10,000, 20,000, 25,000 വോട്ട് പിടിച്ചോട്ടെ. അത് പിടിക്കുമ്പോഴും UDF-ന് ജയിക്കാം. കാരണം പിടിക്കുന്നത് മുഴുവൻ CPM-ൻ്റെ വോട്ടാണ് പിടിക്കുന്നത്. അപ്പോഴും സലാം തോക്കും, UDF-ന് ജയിക്കായിരുന്നു. അപ്പോൾ ഈ UDF-ലെ കിഴങ്ങന്മാർക്ക് ആ ബുദ്ധി ഉണ്ടായില്ല. അവന്മാരെന്ത് ചെയ്തു, വലിയ ആൾ വന്നേക്കുന്നു, ജി സുധാകരൻ വന്നു, എടുത്ത് തലയിൽ വെച്ചു. ഇയാള് ശരിക്കും ഇവരെ തലയിൽ പിന്നെ തന്നെ ഒന്നും രണ്ടും സാധിച്ചു. അല്ല, അങ്ങനെ ആയിരുന്നെങ്കിൽ എന്താ വെച്ചാൽ അഡ്വക്കേറ്റ് അനിൽ ബോസോ അല്ലെങ്കിൽ M. ലിജു അവിടെ തന്നെ മത്സരിക്കുമായിരുന്നു, അല്ലെങ്കിൽ അഡ്വക്കേറ്റ് അനിൽ ബോസിന് അവസരം കിട്ടുമായിരുന്നു. ഇത് വെറുതെ വേലിയിൽ കായങ്ങളും കിട്ടുമായിരുന്നു, ഇതും കിട്ടുമായിരുന്നു. അതുമല്ല, ഇയാള് പിന്നെ സ്വതന്ത്രനായി. ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇയാൾക്ക് സ്വതന്ത്രനായിട്ടിരിക്കുക നല്ലത്. അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംസാരിക്കാൻ അധികം സമയം കൊടുക്കരുത് നിയമസഭയ്ക്കകത്ത്. വരിക, ചായ കുടിക്കുക, പോവുക, ക്യാൻറ്റീനിൽ പോയിട്ട് പിന്നെ കുറഞ്ഞ പൈസയ്ക്ക് ഭക്ഷണം കിട്ടുകയും കഴിച്ചിട്ട് വീട്ടിൽ പോവുക എന്നല്ലാതെ ഇയാളെ പരിപാടിക്ക് കൊണ്ടെടുക്കാൻ ഇനി ആൾക്കാരെ കിട്ടത്തില്ല എന്നുള്ളതാണ്. അപ്പം ഞാൻ പറയുന്നത് MLA-മാർക്ക് ക്ലാസ് എടുക്കാൻ ഇയാളെ ആക്കിക്കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താണെന്ന് ആലോചിക്കണം. പണ്ട് നമ്മളെ GC മുണ്ട ഉണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? പാർലമെന്റിലെ വെള്ളം അടിച്ച് കിറങ്ങി വന്ന് മുണ്ട് ഊരി തലയെ കിട്ടിയിട്ടില്ലാന്നേ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാ അഭ്യാസവും നടത്തിയാന്ന്. എനിക്ക് തോന്നുന്നു നരസിംഹറാവിന്റെ സമയത്താണോ അതോ ആരുടെ സമയത്താണെന്ന് തോന്നുന്നു. എനിക്ക് ഓർമ്മ പിന്നെ എനിക്ക് കൃത്യമായിട്ട് ഓർമ്മ വരുന്നില്ല. GC മുണ്ട വെള്ളം അടിച്ച് അലമ്പായിട്ട് വന്നിട്ട് GC മുണ്ടയെ വിളിച്ചിട്ട് പുതിയ പാർലമെന്റ് അംഗങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വിളിച്ചാൽ എങ്ങനെ ഉണ്ടാവും? ആദ്യം പറയും, നിങ്ങൾ വരുമ്പോൾ ആദ്യമായി സഭയിലേക്ക് വരുമ്പോൾ 2 സ്മോൾ അടിച്ചിട്ട് വരണമെന്നല്ലേ പറയുക. അപ്പം ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഔചിത്യബോധം കാണിക്കുക എന്നുള്ളതാണ്. അങ്ങനെ പി രാജീവ്
ഈ പറയുന്ന ഭാഷ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ AI സംവിധാനമൊക്കെ വേണം എന്നുള്ളതേ ഉള്ളൂ. കാരണം അത് സാധാരണ മലയാളത്തിൽ പറയത്തില്ല. ചില സാധനങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ചിരി വരും. പക്ഷേ പി രാജീവ് മികച്ച പാർലമെന്റേറിയൻ ആയിരുന്നു രാജ്യസഭയിൽ. പി രാജീവ് മികച്ച പാർലമെന്റേറിയൻ ആയിരുന്നു. പി രാജീവിനെ പോലുള്ള ആളെ തിരിച്ചു കൊണ്ടുവരണമെന്ന് BJPയുടെയും കോൺഗ്രസിന്റെയും ആളുകൾ അന്ന് CPM-നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ ആളുകളെ കഴിവിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് കളയരുത്. അത് പിന്നെ സഭയിലെ നടപടിക്രമങ്ങളെക്കുറിച്ച് ഏറ്റവും മനോഹരമായിട്ട് അറിയാവുന്ന ഒരാളാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. അന്തരിച്ചുപോയ TM ജേക്കബും ആര്യാടൻ മുഹമ്മദും ഒക്കെ ഉള്ള അതിൽ വളരെ വിദഗ്ധന്മാരായിരുന്നു. പിന്നെ CPM-നെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ തുടർച്ചയായിട്ട് ഒരുപാട് ടേം അങ്ങനെ ആർക്കും കൊടുക്കാറില്ല. ഇപ്പോൾ KR ഗൗരിയമ്മ അല്ലെങ്കിൽ നായനാർ അങ്ങനെ കുറച്ച് പേർക്കൊക്കെ കൊടുത്തിട്ടുള്ളൂ. ബാക്കി ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ടെന്ന് പറഞ്ഞാൽ 2 ടേം, പിന്നെ ഇപ്പോൾ ഇപ്രാവശ്യം കുറച്ച് ഇളവ് കൊടുത്തിട്ട് 3 ടേം ചിലർക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പം ഒരുപാട് വർഷത്തെ അനുഭവ പരിചയങ്ങളില്ല. പക്ഷേ തിരുവഞ്ചൂരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും മികച്ച പാർലമെന്റേറിയനാണ്. ഇപ്പോൾ വിശ്വനാഥും ആ രീതിയിൽ പഠിച്ചു വരുന്നു. തീർച്ചയായിട്ടും അത് പിന്നെ അപ്പുറത്ത് ഇപ്പോൾ CPM-ന്റെ സേവ്യർ ചിറ്റിലപ്പള്ളി പഠിച്ചു വരുന്നുണ്ട് കുറേ. അങ്ങനെയുള്ള ആ ലെവലിലേക്ക് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, രാജീവ് ചന്ദ്രശേഖരന് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല, മുരളീധരന് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല BJPയിൽ. ബാക്കി ലീഗിൻ്റെ ആളുകളിലും ഒരുപാട് പേര് പുതിയതാണ്. ഇപ്പോൾ ഫാത്തിമ തേയില അല്ലെങ്കിൽ ബാക്കിയുള്ള MSFന്റെ നവാസ്, TP അഷ്റഫ് അലി RTOയുടെ ഓഫീസിൽ പോയിരുന്നു. അതേപോലെയൊക്കെ ഇവിടെ വന്നിട്ട് സ്പീക്കറെ കസേര നടക്കേറി ഇരുന്ന് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. അപ്പം അങ്ങനെയുള്ള ഇത് ഉണ്ടായിരിക്കാൻ അവർക്ക് പറഞ്ഞു കൊടുക്കണം. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇതിനെക്കുറിച്ച് ഇപ്പം നമ്മളാണെങ്കിലും നമ്മളിപ്പോൾ ജയിച്ചൊരു MLA ആയി അല്ലെങ്കിൽ MP ആയി, നമുക്ക് ആകെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. വേണ്ട സിബി, നമ്മൾ കല്യാണം കഴിക്കുമ്പോൾ മിന്നു കെട്ടുമ്പോൾ തന്നെ കിടന്ന് കൺഫ്യൂസ്ഡ് ആയി പോകും. തലേന്ന് ട്രെയിനിങ് ഒക്കെ തരും. എന്നിട്ട് എന്നാലും കല്യാണം കഴിക്കുമ്പോൾ ഇതിനിപ്പോൾ ഏത് മതത്തിലാണെങ്കിലും കല്യാണം കഴിക്കുമ്പോൾ, അതായത് അനുഗ്രഹം മേടിക്കുമല്ലോ, അനുഗ്രഹം മേടിക്കാൻ ചെന്ന് ഞാൻ കണ്ടിട്ടുള്ളത് ഒരു കല്യാണത്തിന് ഈ പിന്നെ വെറ്റിലേയും പാക്കും കൊടുക്കുക. അപ്പം അവർ തലേ തൊട്ട് അനുഗ്രഹിക്കുക, നേരെ തിരിച്ച് കാർണോരെ തലയിൽ അങ്ങോട്ട് തൊട്ട് അനുഗ്രഹിച്ച വരനെയൊക്കെ എനിക്കറിയാം. അപ്പം ഈ ഇത്തരം കുഴപ്പങ്ങളുണ്ടാവാതിരിക്കാനാണ് ഈ ട്രെയിനിങ് നടത്തുന്നത്. ആ ട്രെയിനിങ്ങിനടുത്ത് സിബി ആരോപിച്ചതുപോലെ ജി സുധാകരനെ അവഗണിച്ചതല്ല, സുധാകരനെ അവർ ആദരിച്ചതാണ്. കാരണം സുധാകരൻ അവിടെ വന്നിട്ട് എന്തെങ്കിലും വിവരക്കേട് പറഞ്ഞിട്ട് ഇയാൾക്ക് വിവരമില്ല എന്നുള്ളത് വീണ്ടും ഒരിക്കൽ കൂടെ സമൂഹത്തിൻ്റെ മുമ്പിൽ ബോധ്യപ്പെടുകയും പിന്നെ അപമാനിതനാകുകയും ചെയ്യും. പിന്നെ ഇയാൾ ഇനി അവിടെ കിടന്നിട്ട് എന്തെങ്കിലും വേണ്ടാത്ത വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ആ രജിച്ചെറിയാനെങ്ങാനും അവിടെ ഇരിപ്പുണ്ടെങ്കിൽ പിന്നെ പുള്ളി പോയ വഴിയിൽ പുല്ല് മുളയ്ക്കത്തില്ല, ഇയാൾ രാജിവെക്കും പിറ്റേന്നുള്ള അവസ്ഥയുണ്ടാവും. അപ്പോൾ ഒരു MLA രാജിവെക്കുന്ന അവസരം എത്തണ്ടെന്ന് എഴുതിയിട്ടും മാന്യമായ രീതിയിൽ അയാളെ പിന്നെ പ്രോട്ടം സ്പീക്കറാക്കുകയല്ലാതെ മാർഗമില്ലാത്തതുകൊണ്ടെന്നാക്കി. പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങൾക്കകത്ത് സുധാകരൻ എന്ന് പറയുന്നത് കേരള രാഷ്ട്രീയത്തിലെ എടുക്കാച്ചരക്കായിട്ട് മാറിയിരിക്കുന്നു, ആർക്കും വേണ്ടാത്ത ഒന്നായിട്ട് മാറിയിരിക്കുന്നു. UDFന് ഈ സാധനത്തിന് വേലിയെ കിടക്കുന്ന പാമ്പിനെ എടുത്ത് തോളത്തിട്ട അവസ്ഥയിലാണ് UDF നിൽക്കുന്നത്. അത് മുഖ്യമന്ത്രിയാണെങ്കിലും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയാണെങ്കിലും UDFൻ്റെ കൺവീനർ പിന്നെ അടൂർ പ്രകാശ് ആണെങ്കിലും മുസ്ലിം ലീഗിൻ്റെ നേതൃത്വമാണെങ്കിലും ഒക്കെ ഈ അബദ്ധമായി പോയല്ലോ എന്നുള്ള, കാരണം വേലി കിടക്കുന്ന പാമ്പിനെടുത്ത് തോളത്തിട്ടു എന്ന വാക്ക് തന്നെയാണ് അതിന് ആപ്റ്റായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് സുധാകരൻ തൽക്കാലം സുധാകരനാണ് ഈ ക്ലാസ്സിൽ ഏറ്റവും കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യേണ്ട ആൾ. കാരണം നിയമസഭയിലെ നടപടിക്രമങ്ങളും ചട്ടങ്ങളും നിയമസഭയിൽ എങ്ങനെ പെരുമാറണമെന്നും മനുഷ്യനോട് എങ്ങനെ പെരുമാറണമെന്നും ഒക്കെ പുള്ളിക്ക് ഒരാഴ്ചത്തെ ക്ലാസ് എടുത്ത് കൊടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം.